ഹായ് ഓൾ, വെൽക്കം ടു ആക്സണൈറ്റ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ സെക്ഷനിലൊക്കെ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇപ്പം 43-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 43-ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ ഇനി ഈ സെക്ഷനിൽ കേട്ടോ. അത് നമുക്ക് തുടങ്ങാം. 43-ാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. And why do you two infinitely long parallel straight current carrying conductors interact ചെയ്യാണ്? And two 5 meter long straight wires kept parallel to each other at a distance of 30 centimeter carrying current 10 ampere and 15 ampere in the same direction. Calculate the magnitude and the direction of the force between them. And does this force tend to increase or decrease the separation between them? അപ്പോൾ എന്താ നമ്മളോട് കാണാൻ പറഞ്ഞ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻഫിനിറ്റ്ലി ആയിട്ടുള്ള ഒരു ലോങ് പാരലൽ സ്ട്രേറ്റ് ക്യാരിയിങ് കണ്ടക്ടർ തന്നിട്ടുണ്ട്. രണ്ടെണ്ണം കൂടെ ഇൻട്രാക്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് സ്ട്രെയിറ്റ് വയറുണ്ട്, 5 മീറ്ററിൻ്റെ ലോങ് സ്ട്രെയിറ്റ് വയറുണ്ട്. അത് ഇങ്ങനെയാ പാരലൽ ടു ഡിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിന് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് 10 ആംപിയറും 15 ആംപിയറാണ് സെയിം ഡയറക്ഷനിൽ. ആൻഡ് കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ആണ് എന്നോട് ചോദിച്ചത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് പറയുന്നത് 2 ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ബിക്കോസ് ഈച്ച് കണ്ടക്ടർ പ്രൊഡ്യൂസ്ഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ 2 ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതർ കണ്ടക്ടർ ഈസ് ക്യാരിയിങ് കറണ്ട് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അക്കോർഡിംഗ് ടു ലോറൻസ് ഫോഴ്സ് പഠിച്ചിട്ടില്ലേ നമ്മൾ ആ പോർഷനിൽ നിന്ന്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ അറ്റ് എ ഡിസ്റ്റൻസ് R. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. B is equal to magnetic field B is equal to μ0 I1 divided by 2 pi R. എന്താണ്? B is equal to μ0 I1 divided by 2 pi R ആണ് നമ്മുടെ ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡിന്. ഇനി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ അതർ കണ്ടക്ടറിൻ്റെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ F/L. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? μ0 I2 ഡിവൈഡഡ് ബൈ 2 pi R ആയിരിക്കും കേട്ടോ. ഒന്നാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് B is equal to μ0 I1 divided by 2 pi R. രണ്ടാമത്തേത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് μ0 I2 by 2 pi R എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതാവുന്ന L തന്നിട്ടുണ്ട് അല്ലേ. L 5 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ എവിടെ? ക്വസ്റ്റ്യൻ 5 മീറ്റർ ലോങ് സ്ട്രെയിറ്റ് വയറാണ്. ഡിസ്റ്റൻസ് R തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.3 മീറ്റർ കിട്ടും. I1 I2 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി? ടോട്ടൽ ഫോഴ്സ് കണ്ടാൽ മതി. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് നമ്മൾ എങ്ങനെ കാണാം? നേരത്തെ നമ്മൾ 2 ഇക്വേഷൻസ് പറഞ്ഞില്ലേ. B is equal to μ0 I1 divided by 2 pi R എന്നും ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു μ0 I2 ഡിവൈഡഡ് ബൈ 2 pi R. ഇത് കമ്പൈൻ ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. F is equal to എന്ത് കിട്ടും? μ0 I1 I2 L ഡിവൈഡഡ് ബൈ 2 pi R എന്ന് കിട്ടും. μ0 നമുക്കറിയാം എന്താണ്? 4 pi into 10⁻⁷ ന്യൂട്ടൺ പെർ ആംപിയർ, ആംപിയറിൻ്റെ സ്ക്വയർ. ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 അറിയാം, നമുക്ക് I2 അറിയാം, L അറിയാം, R അറിയാം. ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. F is equal to 4 pi into 10⁻⁻⁷. പിന്നെ 10ഉം 15ഉം 5ഉം കൂടെ ഇൻറ്റു 750 കിട്ടും. ഡിവൈഡ് ബൈ 2 pi ഇൻറ്റു 0.3. പയ്യും കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത F is equal to 3000 into 10⁻⁻⁷ ഡിവൈഡ് ബൈ 0.3 എന്ന് കിട്ടും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 5000 into 10⁻⁻⁷. അപ്പോൾ ന്യൂട്ടൺ ഫോഴ്സാണ് നമ്മൾ കാണുന്നത്. ഇൻറ്റു നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയായിരിക്കണം? ഇൻറ്റു 10⁻⁴ റേഞ്ചിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യുമ്പോൾ 5 into 10⁻⁻⁴ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെച്ചു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക F is equal to 5 into 10⁻⁴ ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ അവിടെ ഡയറക്ഷൻ എന്തായിരിക്കും? അട്രാക്റ്റീവ് ആയിരിക്കും. ഫോഴ്സ് ഈസ് ടെൻസ് ടു ഡിക്രീസ് ദ സെപ്പറേഷൻ. ഓക്കെ, ഇനി അതിനകത്ത് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 43 തന്നെ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് എ ഗാൽവനോമീറ്റർ ഓഫ് കോയിൽ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്ററിൻ്റെ കോയിൽ റെസിസ്റ്റൻസ് 12.0 ohm ആണെന്ന് വിചാരിക്കുക. ഈസ് ഗിവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് എ കറണ്ട് ഓഫ് 2.5 milliammeter ആൻഡ് ഹൗ വിൽ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് എ ഉണ്ട്, ബി ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ അമ്മീറ്റർ റേഞ്ച് കാണണം. അമ്മീറ്റർ റേഞ്ച് 0 and 2 ഇടയിലാണ്. അതുപോലെ വോട്ട് മീറ്റർ റേഞ്ച് 0 and 10 ഇടയിലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 43 നമ്മളോട് പറഞ്ഞ ഗാൽവനോമീറ്ററിൻ്റെ കൺവെൻഷനാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഗാൽവനോമീറ്ററിൻ്റെ കോയിൽ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത് 12 ohm ആണ് അല്ലേ? 12 ohm ആണ് ഗാൽവനോമീറ്ററിൻ്റെ കോയിൽ റെസിസ്റ്റൻസ്. ഇനി അത് ഫുൾ ഡിഫ്ലക്ഷൻ കംപ്ലീറ്റ് ചെയ്യാന്നല്ല ഉദ്ദേശിച്ചത്. എന്താണ്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് 2.5 milliammeter തന്നിട്ടുണ്ട്. അതും നമ്മളെടുത്ത് മില്ലിയാമീറ്ററിനെ അമ്മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.0025 അമ്മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് അമ്മീറ്റർ റേഞ്ചും വോൾട്ട് മീറ്റർ റേഞ്ചുമാണ് കണ്ടത്. അമ്മീറ്റർ റേഞ്ച് ഏത് തൊട്ട് ഏത് വരെയാണ്? 0 and 2 ഇടയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മീറ്റർ റേഞ്ച് നമ്മൾ പറയുന്ന അമ്മീറ്റർ ഈസ് നീഡ് ടു ഷട്ട് എസ് സച്ച് ദാറ്റ് എന്നായിരിക്കും പറയും. അതായത് എസിൻ്റെ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക. അമ്മീറ്റർ റേഞ്ചിലെ ഇക്വേഷൻ IgG ഈസ് ഈക്വൽ ടു I minus Ig into S ആയിരിക്കും വരിക. ഓക്കെ, അമ്മീറ്റർ റേഞ്ച് കാണേണ്ടത് ഈ ഇക്വേഷനാണ്. അപ്പോൾ ഇതിന്ന് എസ് എന്നും ഇതോടെ ഉദ്ദേശിച്ചത് ഷട്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അമ്മീറ്റർ ഷട്ടിനെയാണ് നമ്മൾ എസ് എന്ന് പറയുക. എസ് ഇസ് ഈക്വൽ ടു IgG ഡിവൈഡഡ് ബൈ I മൈനസ് IG എന്ന് എഴുതി. IG നമുക്കറിയാം, ജിയും അറിയാം, ഐയും അറിയാം, IG അറിയാം. I എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 and 2 റേഞ്ച് 2 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് 0.01502 കിട്ടും. ഇനി അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ റേഞ്ച് നമ്മൾ കാണാം. വോൾട്ട് മീറ്റർ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു IG ഇൻറ്റു G+R ആണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വോൾട്ട് നമുക്കതറിയാം 10 ആണ്. IG അറിയാം, G അറിയാം, R ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം 6 കിട്ടുക. ഈ ടേമിന് മൊത്തമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 4000 കിട്ടും. ഇനി 6 എന്ന് പറയുമ്പോൾ 4000 ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4000 മൈനസ് 12 ഏകദേശം 3988 ആയിരിക്കും 6 കിട്ടുക. അപ്പം നമുക്ക് എന്ത് കിട്ടി? അമ്മീറ്റർ റേഞ്ച് 0 and 2 ഇടയിലുള്ള ഷട്ട് റെസിസ്റ്റൻസും സീരീസ് റെസിസ്റ്റൻസും കണ്ടു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് 43ാമത്തെ ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിങ്, അതായത് നമ്മൾ ലെൻസസ് ലോക്ക് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനാണ്. പിന്നെ ഗാൽവനോമീറ്ററിൻ്റെ കോയിൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് വേറൊരു ഇക്വേഷൻ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ സെറ്റ്. ഒരു ഏപ്രിലിൽ നടന്ന
ഏപ്രിലിൽ കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് കേട്ടോ അത്. സെറ്റ് എയിലെ 69ാമത്തെ സെറ്റ് എയിലെ ക്വസ്റ്റ്യൻസാണിത് മൊത്തം ഡിസ്കസ് ചെയ്തത്. 1 തൊട്ട് 43 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട് കേട്ടോ. 1 തൊട്ട് 43 ക്വസ്റ്റ്യൻസ്. പ്രോബ്ലം വരുന്നുണ്ട്, 1 വേർഡ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പെട്ടെന്ന് പഠിച്ച് അത്യാവശ്യം കുറച്ചൊക്കെ അറിയെങ്കിൽ നമുക്ക് എന്താ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ സെക്ഷൻ എ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ, സെക്ഷൻ എ എന്ന് പറയുമ്പം സെക്ഷൻ എയിലടാ 1 തൊട്ട് 16 ക്വസ്റ്റ്യൻസ് വരെയാണല്ലേ. 1 തൊട്ട് 16 വരെ വരുന്ന ഏതാണ്? 80 മാർക്കാണ് ടോട്ടൽ. 80 മാർക്ക് MCQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 തൊട്ട് 16 വരെ. പിന്നെ 17 തൊട്ടിട്ട് 28 വരെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ 29 ടു 37 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ 37 ടു ഇത് 2 മാർക്കിന്. 37 ടു 41 ഉണ്ട്. പിന്നെ 42 ടു 43 ലാസ്റ്റ് 2 ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ 37 ടു 41 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് 1 മാർക്ക്, 2 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക്. ഇങ്ങനെയാണ് റേഞ്ച്. ടോട്ടൽ 80 മാർക്കിൻ്റെ സെക്ഷൻ 2 സെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പം ഈ സെക്ഷൻ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടോട്ടൽ 1 തൊട്ട് 43 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. തന്നേക്കുന്ന എന്തെങ്കിലും ക്ലിയർ ആവാത്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രോബ്ലത്തിനകത്ത് എന്തെങ്കിലും ക്ലിയർ ആവാത്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെക്ഷൻ. ഓക്കെ, അപ്പം താങ്ക് യു ടു